നല്ല നല്ല കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേർ വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ആത്മീയതയിൽ വരികയാണ്. കാരണം എന്താ? പൈസയ്ക്കല്ല. ആത്മീയത കിട്ടുന്ന ആ സുഖമില്ലേ, അത് ലോകത്തെങ്ങും ഒരു സ്ഥലത്തും കിട്ടില്ല. ആദ്യം മാറേണ്ടത് നമ്മളാണ്. നമ്മൾ മാറുക എന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധമാവണം. നമ്മൾ ശുദ്ധമാവാത്തിടത്തോളം നമ്മളുടെ കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതിൻ്റെ ഭൂപ്രകൃതി കിടക്കണമെന്ന് വെച്ചാൽ അഖണ്ഡ ഭാരതത്തിൻ്റെ ഷേപ്പിലാണ് ഇത് വരണത്. സ്വന്തമായിട്ട് ആളുകൾ വരണു, അവർ താമസിക്കാൻ അവർ തന്നെ എവിടെ വേണമെങ്കിലും കിടക്കാൻ തയ്യാറാണ്. ഇതാണ് ഒരു ഗുരു തത്വത്തിന്റെ പ്രത്യേകത. നമ്മളുണ്ടല്ലോ, ഒരു വ്യഭിചാരിയാണെന്ന് കേട്ടാൽ നമുക്ക് അയ്യേന്ന് തോന്നും. സംഗീതം കേൾക്കുമ്പോൾ എന്തിനാ വിഷമിക്കണത്? എനിക്ക് അഭിമാനമേ തോന്നുള്ളൂ. നാളെ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ്സ്? നമ്മൾ ഇതിന്റെ ഭൂപ്രകൃതി കിടക്കണമെന്ന് വെച്ചാൽ അഖണ്ഡ ഭാരതത്തിന്റെ ഷേപ്പിലാണ് ഇത് വരണത്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സ്ഥലമില്ലേ, ശരിക്കും അഖണ്ഡ ഭാരതം പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അതാണ് ഇതിന്റെ ഒരു ഭൂപ്രകൃതി. ഏകദേശം എത്ര ഏക്കറാണ്? നമുക്കൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ആശ്രമത്തിന്റെ ചുറ്റും ഇതിന് ചുറ്റും ഒരു ഇച്ചിരി മേടിച്ചു വയ്ക്കുക. ഇവിടെ വന്നിട്ട് ഇത് അങ്ങക്ക് വേണ്ടിയിട്ടല്ല, എനിക്കല്ല. ഇവിടെ കോഴിവെട്ടോ അല്ലെങ്കിൽ ഇവിടെ ബാറൊന്നും ആരും തുടങ്ങിയ ചിലപ്പോ ഭാവിയില് ഇത് ബാറിന് പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരു സാംസ്കാരിക കേന്ദ്രം വരും, അല്ലെങ്കിൽ അതൊരു ആത്മീയ കേന്ദ്രം ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ജനതയ്ക്ക്, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അതിന്റെ ഗുണം വരാൻ പോകും. ഇത്തിരി ബുദ്ധിമുട്ടാ. ആളുകള് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആത്മീയത, ഭക്തി പോലെയല്ല. ആദ്യം മാറേണ്ടത് നമ്മളാണ്. നമ്മൾ മാറുക എന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധമാവണം. നമ്മൾ ശുദ്ധമാവാത്തിടത്തോളം നമ്മളുടെ കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇത് 7.5 കിലോമീറ്റർ ചുറ്റളവില് ഈ നാടിനെ ഭംഗിയാക്കി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ 15,000 ഏക്കർ ഇല്ല, എനിക്കറിയില്ല. അങ്ങനെയല്ല, ഈ ഒരു നന്മയ്ക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു പഴയ ചരിത്രം ധർമ്മം സംരക്ഷിക്കാൻ തിരിച്ചു പിടിക്കേണ്ടത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. രസം കേക്ക്, ഞാനായിട്ടൊരു ദീപം കൊളുത്തി. ഈ ദീപം എങ്ങനെ പോകണം എന്നുള്ളത് പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത്. എനിക്ക് ഇതിനകത്തൊരു ഡ്യൂട്ടി ഇല്ല രാജ്കിരൺ. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് ആ വീടുകളിൽ ഉണ്ട്, അമ്മമാരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ എന്തോ അവരെ കുടുംബത്തിൽ വന്ന ഒരു പ്രതീതിയിലാണ് അവിടെ നിൽക്കുന്നത്. നേരത്തെ അങ്ങ് പറഞ്ഞോണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇതെങ്ങനെയായിരിക്കും, ഇവരെങ്ങനെ ഇത് മൊത്തത്തിൽ നിന്ന് അക്കോമഡേറ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇതാണ് പണ്ട് പറയാറില്ലേ, ഈ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റണ എങ്ങനെയാ? 10-200 ആളുകൾ എവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങാൻ പറ്റണത്? അത് മനസ്സിന്റെ വിശാലതയാണ്, അല്ലാതെ പറ്റില്ല. ഇന്ന് ആളുകൾക്ക് കുപ്പിയും ബിരിയാണിയും കൊടുക്കാണ്ട് ആളുകൾ വരുമോ? സ്വന്തമായിട്ട് ആളുകൾ വരണു, അവർ താമസിക്കാൻ അവർ തന്നെ എവിടെ വേണമെങ്കിലും കിടക്കാൻ തയ്യാറാണ്. ഇതാണ് ഒരു ഗുരു തത്വത്തിന്റെ പ്രത്യേകത. ഇതേപോലെ ഓരോ ഗുരുക്കന്മാരും രാഷ്ട്രീയക്കാര് ഗുരുക്കന്മാരാവണമെന്നാണ് ഞാൻ പറയണത്. എനിക്ക് രാഷ്ട്രീയക്കാരോട് ഒരു വിരോധമില്ല. അവരെല്ലാം നന്മ ചെയ്യേണ്ട ആളുകളാണ്, അവരാൽ നന്മ വരേണ്ടതാണ്. ഇത് കേട്ടിട്ടെങ്കിൽ അവര് ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ ചോദിച്ചത്. അവരുടെ മനസ്സൊക്കെ ഒന്ന് മാറട്ടെ. ബുദ്ധിമുട്ടാണ്, സമയം മാറി വരാൻ സമയമെടുക്കും. സ്വാഭാവികമായിട്ടും ഈ സനാതന ധർമ്മവും ഇത്തരം ധർമ്മങ്ങൾ സംസാരിക്കുന്നവരെല്ലാം ഒരു സംഘിപ്പട്ടമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങക്ക് അത് കിട്ടിയിട്ടുണ്ടോ? എന്നെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കമന്റ് എഴുതിയിട്ടുണ്ടാവും, എന്നെ സംഖ്യയാണോ എന്ന് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഒബിയസ്ലി ഞാൻ പറയുന്നത് തന്നെ ഇത്തരം കാര്യങ്ങളല്ലേ. പിന്നെ ഇനി ആരെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ എന്നെ സംഖ്യ ആണോ അല്ലയോ എന്ന് പറയാൻ? ആര് ഈ സംസ്കാരത്തെ അല്ല, ശ്രീരാമനെ പിടിക്കുമ്പോഴും ശ്രീരാമന് ജയ് വിളിക്കുമ്പോഴും എല്ലാവരും സംഖ്യകളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാണ് ചോദിച്ചത്. ഇവിടെ അങ്ങ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നാളെ ഇപ്പം നരേന്ദ്രമോദിയുടെ പേരും പറയുന്നുണ്ട്. അപ്പൊ നാളെ അങ്ങ് ഒരു സംഖ്യ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ സഹകരിക്കും ഇല്ലെന്നൊക്കെയാണ് ഇതിന്റെ ചോദ്യം. നോക്ക്, നമ്മളുണ്ടല്ലോ, ഒരു വ്യഭിചാരിയാണെന്ന് കേട്ടാൽ നമുക്ക് അയ്യേന്ന് തോന്നും. സംഗീതം കേൾക്കുമ്പോൾ എന്തിനാ വിഷമിക്കണത്? എനിക്ക് അഭിമാനമേ തോന്നുള്ളൂ. ഞാൻ SFI കാരനെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് ഞാൻ കോൺഗ്രസ് ആയിരുന്നു, അല്ലെങ്കിൽ SFI വിട്ടിട്ട് പിന്നെ കേസും അല്ലായത്, ഞാൻ കോൺഗ്രസ് ആവുകയത്. അപ്പൊ കോൺഗ്രസ്സുകാരനാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. ഞാൻ ആം ആദ്മിയിലായിരുന്നു എന്ന് പറയുമ്പോൾ ആർക്കും കിട്ടാത്തൊരു കാർഡ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. വെറും 100 പേർക്ക് ഉണ്ടായിരുന്ന കാർഡിൽ ഒരു കാർഡ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ ആം ആദ്മിയുടെ ഒരു മെയിൻ ഘടകത്തിൽപ്പെട്ട നല്ലൊരാളായിരുന്നു പറയുമ്പോൾ എനിക്ക് അന്ന് അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അതിന്റെ മുകൾ തട്ടിലിരിക്കുന്ന ആളുകൾ ശരിയായ തരത്തിലല്ല പോകുന്നതെന്ന് അറിയുമ്പോൾ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ
തിക്താനുഭവം കൊണ്ട് വിട്ട് മാറി മാറിയാണ് നമുക്ക് സ്വയമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി ആത്മീയതയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അവിടെ ഒന്നും ഒരു ആത്മീയത ഇല്ലായിരുന്നല്ലേ? ആത്മീയത എന്നല്ല, ധർമ്മമില്ല. ധർമ്മം എനിക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്നിലേക്ക് ഒതുങ്ങാനല്ലേ പറ്റുള്ളൂ. ഐ ഐസൊലേറ്റഡ് മൈസെൽഫ്. ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റേതായ രീതി മാർഗം കണ്ടെത്തി ഞാൻ ധ്യാന മാർഗത്തിലേക്ക് പോയി. ഇത് തന്നെയാണ് മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതിയുടെ ചരിത്രം. അദ്ദേഹം എല്ലാം എൻ്റെ ഒരു, ഞാൻ SFIക്കാരനായിരുന്നു, ഞാൻ CPM വരെയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ചെന്ന് പെട്ടത്, എനിക്കിപ്പോഴും രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്, ചെറുതല്ല, ഭയങ്കര ഇഷ്ടമാണ്. രാഷ്ട്ര സേവനം ചെയ്യാന്ന് വെച്ചാൽ എത്ര അഭിമാനിക്കാവുന്ന കാര്യമെന്ന് ആലോചിക്കുക. ഒരു ഭാഗ്യം വേണം. പക്ഷെ ഇന്നത് ഇല്ലാതെ പോയതുകൊണ്ട് ഞാൻ അതേ സേവനം മറ്റൊരു രൂപത്തിൽ ചെയ്യാണ്. വളരെ സന്തോഷപൂർവ്വം ആത്മീയതയിൽ ആളുകൾ അറിയാതെ അതിൻ്റെ പ്രോസ്പെറിറ്റി അവരുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു പ്രസംഗം നടത്തണ്ട, ഒന്നും വേണ്ട, ആളുകളുടെ ഉള്ളിൽ അതിങ്ങനെ ഞൊഴഞ്ഞു കയറി ചെല്ലുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്നൊരു ഫാമിലി, ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന അടുത്താണ്, ഞാൻ അറിഞ്ഞില്ല, ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത്. ജസ്റ്റ് ഒരു അങ്ങേയറ്റുള്ളൊരു ഓൺലൈനിലൊന്ന് സംസാരിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനം. പക്ഷേ അവർ ഇത്രയും ദൂരെ, ഇത്ര പ്രായം ചെന്നവരാണ് അവർ, അവിടെ നിന്ന് ഇവിടം വരെ എത്തി. അങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ എന്താണ് പ്രത്യേകത? എൻ്റെ ഓൺലൈൻ ക്ലാസ് ഭയങ്കര പവർഫുള്ളാണ്. അത് അല്ല, എനിക്ക് അവർ എന്നോട് പറഞ്ഞ 2-3 ദിവസം ആയതേ ഉള്ളൂ. ഞാൻ ഇത്ര ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഒരാളെ പെട്ടെന്ന് ആ ഫാമിലിയും കൊണ്ട്, അവർക്ക് യാത്ര ചെയ്യാനും പറ്റാത്തവരാ, ഒറ്റ ദിവസം കൊണ്ട് മാറിപ്പോവും. ആ ക്ലാസ് അതിനൊരു ഭാഗ്യം വേണമെന്നേ. കാനഡയിൽ നിന്ന് വന്നേക്കണ ഫാമിലി ഉണ്ട്. അപ്പോൾ അതെന്താ വന്നതെന്ന് ചോദിച്ചാൽ അവർ കാനഡ ജീവിതം ഒഴിവാക്കി ഇന്ത്യയിലേക്ക് പോന്നേക്കാണ്. ഇനി അവർക്ക് ഇവിടെ താമസിച്ചാൽ മതി എന്നുള്ളതാണ് ആഗ്രഹം. ഇവിടെ UK ചെറുപ്പക്കാർ പിള്ളേർ, നിങ്ങൾക്ക് അവരൊക്കെ ഇൻ്റർവ്യൂ എടുക്കാം. യങ് ജനറേഷനാണ്, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, പൈസ ഉണ്ടാക്കാൻ മോഹിച്ച് UK പോയതാ. അവരെ മാറ്റിമറിച്ചത് അൺടോൾഡ് സ്റ്റോറി ഓഫ് സീതാമായുടെ ഒരു ബുക്കുണ്ട്, ഒരു ഇംഗ്ലീഷുകാരി എഴുതിയതാണ്, അതൊന്ന് വായിക്കണം. അത് വായിച്ചതോടെ അവർ നോൺ വെജ് ഉപേക്ഷിച്ചു. അവർക്ക് സീതാമ്മയാണ് എൻ്റെ ക്ലാസ്സിലേക്ക് എത്തിച്ചു കൊടുത്തത്. അവർ തന്നെ പറയും, നമ്മുടെ ക്ലാസ്സിലെത്തിയ ശേഷം പിന്നെ അവർക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമില്ല. ഇന്ന് അവർ ഇന്ത്യയിൽ നിൽക്കുകയാണ്. റിസർച്ച് ചെയ്യുന്ന അതായത് റിസർച്ച് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേർ സാലറിയും ജോബും വേണ്ടാന്ന് വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്, റിസർച്ചിൻ്റെ ഭാഗമാവുകയാണ്. നല്ല നല്ല കമ്പനിയിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യാറുന്ന പിള്ളേർ വേണ്ട എന്ന് വെച്ച് നമ്മുടെ കൂടെ ആത്മീയതയിൽ വരികയാണ്. കാരണം എന്താ? പൈസയ്ക്കല്ല. ആത്മീയത കിട്ടുന്ന ആ സുഖമില്ലേ, അത് ലോകത്തെങ്ങും ഒരു സ്ഥലത്തും കിട്ടില്ല. ഇത് സനാതന ധർമ്മത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഭാഗ്യമുള്ളവൻ്റെ കാതിലേ ഇത് എത്തുള്ളൂ. അവൻ്റെ കാതിലേക്ക് എത്താത്തത് കൊണ്ട് ഇത് വൈകി പോകണമെന്ന് മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ സത്യയുഗമാണല്ലോ ഇപ്പം, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം മുഴുവൻ കത്തി പടർന്നേ പറ്റുള്ളൂ. തീർച്ചയായും അതിനൊരു ഭാഗമാവുകയാണിത്. കാരണം ഇവിടെ നിന്നാണ് ഇനി പോവേണ്ടത്. യഥാർത്ഥത്തിൻ്റെ ധർമ്മത്തിൻ്റെ ദീപം ഇവിടെ നിന്ന് കൊളുത്താൻ തുടങ്ങുകയാണ്. നാളെയാണ് കൊളുത്തുന്നത്. തീർച്ചയായും എല്ലാ ഭാവുകങ്ങളും. സന്തോഷം.